ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് യുദ്ധം ആരംഭിച്ചിട്ട് 17 ദിവസം പിന്നിടുകയാണ്. ഈ ദിവസം വളരെ നിർണായകമാണ് അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും. കാരണം കഴിഞ്ഞ രാത്രിയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ ഇറാൻ അഴിച്ചുവിട്ടത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രത്യേകം ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, അമേരിക്കയ്ക്ക് ഏറ്റവും അധികം കടന്നാക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ട്രംപ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന, വിചാരിക്കുന്നതൊന്നും നടക്കാത്ത, പദ്ധതികളെല്ലാം പൊളിയുന്ന വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് ട്രംപ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് അധിക ദിവസം ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ ട്രംപിന് ഗുരുതരമായ അവസ്ഥ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഇൻ്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ട്, വിവിധ ഇൻ്റലിജൻസ് ഗ്രൂപ്പുകളെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിങ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്, ഇറാൻ്റെ ശക്തി കുറയ്ക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട് എങ്കിലും ഇറാൻ്റെ പരമാധികാരം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇറാൻ്റെ ഭരണകൂടം കൂടുതൽ കരുത്താർജിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടർന്ന് പോയാൽ ഒരു മാസത്തിനുള്ളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങൾ, തിരിച്ചടികൾ ഉണ്ടാകും എന്ന് ആണ് ആ റിപ്പോർട്ടിൽ സൂചന നൽകുന്നത്. അതായത് ഇപ്പം തന്നെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ താഡ്, ആരോ തുടങ്ങിയവയുടെയൊക്കെ പ്രതിരോധ ശേഷി കുറഞ്ഞു വരികയാണെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചാകട്ടെ, ഇസ്രായേലിനുള്ളിലേക്ക് ഗുരുതരമായ കൃത്യതയോടുകൂടിയ ആക്രമണങ്ങൾ വിജയകരമായി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും ചൈനയുമാണ് ഇതിന് തങ്ങളെ സഹായിക്കുന്നത് എന്ന് ഇറാൻ തുറന്ന് സമ്മതിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചത്. ഞങ്ങളുടെ സൈനിക പങ്കാളികളാണ്, ഞങ്ങളുടെ എല്ലാ കാലത്തുമുള്ള പങ്കാളികളാണ്, സുഹൃത്തുക്കളാണ് റഷ്യയും ചൈനയുമെന്ന് ഇറാൻ പറയുന്ന സാഹചര്യമുണ്ടായി. ഇത് ലോകത്തിന് വലിയ ഞെട്ടലാണ് സമ്മാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് വലിയ ഭീതി സമ്മാനിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇസ്രായേലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും ഒക്കെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റം, റഷ്യയുടെ സാറ്റലൈറ്റ് സഹായം തുടങ്ങിയവയൊക്കെ കൃത്യമായി ഇറാന് ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സംഭവിക്കുന്നത്, അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വലിയ കടന്നാക്രമണം ലോകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പതിയെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് രൂക്ഷമാവുകയാണ്. അതിലേറ്റവും പ്രധാനം, അമേരിക്ക പറഞ്ഞ ഒരു കാര്യങ്ങളും ലോകം അംഗീകരിക്കുന്നില്ല. ഒരൊറ്റ രാജ്യവും, നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടുന്ന, അമേരിക്ക നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യമാണ്. ആ സഖ്യത്തിലെ ഒരൊറ്റ രാജ്യം പോലും അമേരിക്കയ്ക്കൊപ്പം ഇറങ്ങുന്നില്ല. ട്രംപ് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വധിക്കപ്പെട്ടു എന്ന നിലയിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോഴും രൂക്ഷമായി നിൽക്കുകയാണ്. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട് എങ്കിലും ലൈവായി അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടില്ല. അത് അദ്ദേഹം ഗുരുതരമായ എന്തോ ഒരു അവസ്ഥയിലായതുകൊണ്ട് അത് കാണിക്കാത്തതാണ് എന്ന നിലയിലാണ് ഇപ്പോൾ പല പരാമർശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നെതന്യാഹുവിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചതുകൊണ്ടായിരിക്കാം. എന്തായാലും പഴയതുപോലുള്ളൊരു തീവ്രത നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും തുടങ്ങിയതിന് ശേഷവുമൊക്കെ നെതന്യാഹുവിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ, അവരുടെ വാർ ക്യാബിനറ്റ് യോഗങ്ങളുടെ ദൃശ്യങ്ങൾ, നെതന്യാഹുവിൻ്റെ പ്രസ്താവനകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. യുദ്ധം ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, ഇതിപ്പോൾ ജയിക്കും, ഇപ്പോൾ ഇറാനെ പിടിച്ചെടുക്കും, ഇപ്പോൾ ഇറാനിൽ ഞങ്ങൾ ഭരണം തുടങ്ങും എന്ന നിലയിൽ ഇറാനെ മുച്ചൂടും മുടിക്കും, ചുടയ്ക്കുമെന്ന രീതിയിൽ തുടർച്ചയായി പ്രസ്താവനകളും വീഡിയോകളും പുറത്തു വിട്ടുകൊണ്ടിരുന്ന നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ പൊടുന്നനെ സൈലൻ്റ് ആയിരിക്കുകയാണ്. സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും എന്നോണം ഇറാനോട് ആണവ പരീക്ഷണം നിർത്തൂ, ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യും, നിങ്ങളെ നശിപ്പിക്കും, ഇല്ലാതാക്കും, നിങ്ങൾ ആഗ്രഹിക്കാത്ത പല തീവ്രമായ സംഭവങ്ങളും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് യുദ്ധത്തിലേക്ക് കടന്ന് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടുക കൂടി ചെയ്തതോടെ വലിയ കോൺഫിഡൻസിൽ ഇറാനെ ഇപ്പോൾ തീർക്കും, പുതിയ ഭരണാധികാരിയെ ഞാൻ തിരഞ്ഞെടുക്കും, ഇപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപും ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദനാണ്. ട്രംപ് ഇപ്പോൾ വലിയ വിലാപമാണ് നടത്തുന്നത്, വലിയ വിഷമത്തിലാണ്. നാറ്റോ രാജ്യങ്ങളോട് നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് വിഷമത്തോടെ, ഖേദത്തോടെ, ദേഷ്യത്തോടെ പറയുന്ന ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. ആരും കൂട്ടുന്നില്ല ട്രംപിനെ. ഇതിന് കാരണം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ വർദ്ധിത അഹങ്കാരത്തോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം ഭീഷണി നൽകിക്കൊണ്ട്
താരിഫ് ഉയർത്തുകയും താരിഫ് കൂട്ടുകയും ഇഷ്ടമുള്ള രീതിയിൽ പല താരിഫുകൾ പ്രഖ്യാപിക്കുകയും പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി തന്നെ ആക്കുന്ന വിധത്തിലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്ത ട്രംപ് ആ സമയത്ത് സൗഹൃദമൊന്നും നോക്കിയിരുന്നില്ല. തങ്ങളുടെ സഖ്യത്തിൽപ്പെട്ട രാജ്യമാണോ സഖ്യത്തിലില്ലാത്ത രാജ്യമാണോ തുടങ്ങിയ പരിഗണനകളൊന്നും ട്രംപിനുണ്ടായിരുന്നില്ല. മറിച്ച് ട്രംപ് പറയുന്നത് നടക്കണം, അത് മാത്രമായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ട്രംപ് പല രാജ്യങ്ങളെയും വെല്ലുവിളിച്ച് അവരുടെ അപ്രീതി സമ്പാദിച്ച് തൻ്റെ ഇഷ്ടങ്ങൾ എല്ലാവരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ട്രംപിനെ തിരിച്ചടിക്കുകയാണ്. ആ രാജ്യങ്ങളൊക്കെ തന്ത്രപരമായി ട്രംപിനെ കടന്നാക്രമിക്കുകയാണ്. അതാണ് ഞാൻ ടൈറ്റിലിൽ പറഞ്ഞത്. ട്രംപിന് നേരെ ഗുരുതരമായ കടന്നാക്രമണങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. ആ കടന്നാക്രമണങ്ങൾ എന്ന് പറയുന്നത് ട്രംപിനെ ഒറ്റപ്പെടുത്തുന്ന വിധത്തിൽ സകലരും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം മുൻനിർത്തി തന്ത്രപരമായൊരു നയതന്ത്ര നീക്കത്തിലേക്കാണ് ഇറാൻ കടന്നിരിക്കുന്നത്. ഇറാൻ മണിക്കൂറുകൾക്ക് മുൻപ് അറബ് രാജ്യങ്ങളോട് പറഞ്ഞു, ഇത്രയും കാലമുള്ള ഭിന്നതകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം മറന്നുകൊണ്ട് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമായിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ എന്തിനാണ് നമ്മുടെ കാര്യങ്ങളിൽ കൈകടത്തുന്നത്? നമ്മുടെ ഇൻറ്റേർണൽ കാര്യങ്ങളിൽ, അതായത് പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, നമ്മുടെ വിഷയങ്ങളിലൊക്കെ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ എന്തിനാണ് അമേരിക്ക വരുന്നത്? അമേരിക്ക ഒരു പാശ്ചാത്യ രാജ്യമാണ്. അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നമ്മളെ ഉപകരണങ്ങളാക്കുകയാണ്. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഭിന്നതകളോടെ കഴിയുന്നത്? നമുക്കൊന്നിച്ചൊരൊറ്റ ശക്തിയായി മുന്നോട്ട് പോകാം എന്ന് ഇറാൻ അറബ് രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അറബ് മുസ്ലിം രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു വലിയ ശക്തിയാണ് എന്നുള്ളത് പാശ്ചാത്യ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് ഇറാൻ പറയുമ്പോൾ അത് അമേരിക്കയുടെ യുദ്ധത്തിൽ പൊറുതിമുട്ടിയ അറബ് രാജ്യങ്ങൾക്ക് ഒരു പുനർവിചിന്തനത്തിനുള്ള സമയം കൂടിയാണ് നൽകുന്നത്. അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒരു പുനർവിചിന്തനത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. മാരകായുധങ്ങളും വമ്പൻ സന്നാഹങ്ങളും എല്ലാം ഉണ്ടായിട്ടും ട്രംപ് ഈ യുദ്ധത്തിൽ വിജയിക്കാനാകാതെ, യുദ്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പതറുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കുക, അമേരിക്കയിൽ യുദ്ധവിരുദ്ധ വികാരം ആളിപ്പടരുകയാണ്. കാരണം അമേരിക്കയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ്. വ്യവസായങ്ങൾ പലതും തകരാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിർമ്മാണത്തിന് ആവശ്യമായ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ കിട്ടാത്ത സാഹചര്യമുണ്ട്. വിലക്കയറ്റം രൂക്ഷമായി കഴിഞ്ഞാൽ അത് എല്ലാ മേഖലയെയും ബാധിക്കും. അത് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോലും എത്തും. ഇപ്പോൾ തന്നെ യുദ്ധത്തിന് വേണ്ടി വലിയ പടുകൂറ്റൻ തുകയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 12 ബില്യൺ US$ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് 11,000 കോടി രൂപയുടെ ചെലവ് യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു തുക അമേരിക്കയുടെ ഖജനാവിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി ചെലവാക്കപ്പെടുന്നു. അതുപോലെ തന്നെ നാറ്റോ സഖ്യ രാജ്യങ്ങളെല്ലാം അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്നു. അമേരിക്കയ്ക്കെതിരെ പോലും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്കൻ ജനത ബഹുഭൂരിപക്ഷം ആളുകളും യുദ്ധത്തിനെതിരെ രംഗത്ത് വരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരങ്ങളില്ല. ഇസ്രായേലിൻ്റെ ആവേശമൊന്നും പഴയതുപോലെ കാണുന്നില്ല. സമാനമായ നെതന്യാഹു എങ്ങനെയാണോ തീവ്രമായ പല വീഡിയോകളിൽ നിന്നും പിന്നോട്ട് പോയത്, അല്ലെങ്കിൽ അതൊന്നും കാണാതായത്, അതേപോലെ ഇപ്പോൾ ട്രംപും അതേ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പഴയ വീരശൂര പരാക്രമ ലൈനൊന്നുമില്ല. സകലതും തീർത്തുകളയും ഉടച്ചുകളയും തച്ചുടയ്ക്കും തീർക്കുമെന്നുള്ള വലിയ ഭാഷണങ്ങളൊന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും നടത്തിയാൽ തന്നെ അതിന് വലിയ പഞ്ചില്ല. കാരണം ലോകം മുഴുവൻ കാര്യങ്ങൾ നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നതൊന്നും നടപ്പാവുന്നില്ല. വെറുതെ വീരവാദങ്ങൾ അടിച്ചു വിടുകയാണ്, അല്ലാതെ കാര്യമായി ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതായത് ട്രംപും നെതന്യാഹുവും ഏതാണ്ട് സമാന അവസ്ഥയിലേക്ക് യുദ്ധം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന വലിയ ഹൈപ്പിൽ നിന്ന് താഴേക്ക് വരികയാണ്. നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. ട്രംപാണെങ്കിൽ പഴയ വീരവാദങ്ങളും വീരശൂര പരാക്രമങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന മട്ടിൽ, മറ്റെല്ലാവരെയും കൂട്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന മട്ടിൽ പരക്കം പായുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാണ് ഞാൻ പണ്ട് മുതലേ പറയാറുള്ളത്. യുദ്ധം ഒന്നും നേടിത്തരുന്നില്ല. യുദ്ധം കൊണ്ട് ഒന്നും നേടാൻ ആർക്കും കഴിയുകയില്ല. യുദ്ധത്തിലൂടെ സമാധാനം ഉണ്ടാവുകയുമില്ല. യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിലൂടെ എല്ലാം പരിഹരിക്കാൻ ആരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ അനുഭവിച്ച ചരിത്രമേ ബാക്കിയുള്ളൂ.